ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ഞാനിന്ന് നമ്മുടെ ഹെയർ ഒന്ന് സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് സലൂണിലേക്ക് പോവാണ് കേട്ടോ. ഗൈസ്, സ്പാനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല കേട്ടോ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ കുറച്ച് ഞാൻ ഷെയർ ചെയ്ത് തരാം. നമ്മൾ ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഉണ്ടാവില്ലേ, അത് സ്ട്രോങ് ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ്. ഇത് പല ടൈപ്സിലുണ്ട്. അപ്പോൾ നമ്മളെ ഹെയറിന് എന്താണോ പ്രോബ്ലം അത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സ്പാ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് കേട്ടോ. അപ്പോൾ എനിക്കൊരു ചേച്ചിയാണ് ചെയ്തതെന്ന്, എനിക്ക് അടിപൊളിയായിട്ട് ചെയ്തതെന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ആ ചേച്ചീൻ്റെ നിന്ന്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോണ്ടല്ലോ, ഫസ്റ്റ് തന്നെ നമ്മളെ ഹെയർ വാഷ് ചെയ്യുന്നു. അത് ടവൽ വെച്ചിട്ട് നമ്മളെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കും. അതിനുശേഷം നമ്മളെ ഹെയറിൽ ഒരു മാസ്ക് അപ്ലൈ ചെയ്യും. പിന്നെ നമ്മൾ മുടിയുടെ പ്രോബ്ലം എന്താണോ, അതായത് ഈ ഡാൻഡ്രഫ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ കൊഴിച്ചിലാണോ, അങ്ങനെ എന്താണോ പ്രശ്നം, അതിന് ബേസ് ചെയ്തിട്ടുള്ളൊരു സിറം അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സിറം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ ഹെയർ കുറച്ച് മിനിറ്റ് നല്ലോണം മസാജ് ചെയ്ത് തരും. അതായത് 10 to 15 മിനിറ്റ് വരെ അവർ നന്നായിട്ട് മസാജ് ചെയ്ത് തരും. അതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി പോകണം. അതിനുശേഷം നമ്മൾ നല്ലോണം സ്റ്റീം ചെയ്തെടുത്ത് ദെൻ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി നമ്മളെ ഹെയർ അടിപൊളിയാക്കി തരും കേട്ടോ. ഗൈസ്, നമ്മൾ മന്ത്ലി ബേസിലെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. നമ്മളെ ഒരു ഹെയർ ഹെൽത്തി ആക്കി വെക്കാനും അതുപോലെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. പിന്നെ നമ്മളെ ഹെയർ ഹെൽത്തി ആയിട്ട് അതുപോലെ സ്ട്രോങ് ആകാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. കാരണം എൻ്റെ മുടി സ്മൂത്തൻ ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെ നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് എനിക്ക് നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടായത്. ഇത് ചെയ്തതിന് ശേഷം എൻ്റെ മുടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.